എന്ന് കരുതുന്ന ഒരാളല്ല. ഞാൻ വലിയ ശുഭാപ്തി കൊടുക്കുന്ന വില കൂടിയ ബിസ്ക്കറ്റും കഴിച്ച് ഒരു വശത്തും മിണ്ടാതിരുന്നോളണം CPI എന്നാണോ താങ്കൾ പറയുന്നത്? ഏതു തരത്തിലുള്ള നയവ്യതിയാനങ്ങൾ ഉണ്ടായാലും മിണ്ടാതെ കിട്ടുന്ന ബിസ്ക്കറ്റും കഴിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്നോളണമെന്നാണോ? അങ്ങനെയല്ല പറഞ്ഞത്. ഈ ബിസ്ക്കറ്റ് വാങ്ങുന്ന പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പൂച്ച തിരക്കാറില്ലല്ലോ. അതുപോലത്തെ സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന അർത്ഥത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത്. എന്തുകൊണ്ടെന്നാൽ സമഗ്ര ശിക്ഷ അഭയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് 1463 കോടി രൂപ കിട്ടാനുണ്ട്. അത് കിട്ടുന്നതിനു വേണ്ടി PM ശ്രീയിൽ ഒപ്പുവെക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. സമഗ്ര ശിക്ഷ അഭയാൻ പദ്ധതിയിൽ പണം ലഭിക്കുന്നുണ്ട്, PM ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയാലും കരിക്കുലത്തിൽ RSS സ്വാധീനമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ സ്വാധീനമുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറപ്പുണ്ട് എന്നാണ് താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഈ ഉറപ്പുണ്ടാകാൻ എന്തിന് ഈ 3 വർഷം എടുത്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി ഈ 3 വർഷം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾ ഇടതു മന്ത്രിസഭ നിഷേധിച്ചു? ഇതില് കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക്, കേരളത്തിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായുള്ള കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകേണ്ട യൂണിഫോമിന്റെ തുക, ഇതൊക്കെയാണ് SSIയിലൂടെ. മാത്രമല്ല, ഇതിൽ പഠിപ്പിക്കുന്ന 6000-ഓളം വരുന്ന സാധാരണ അധ്യാപകർക്ക് ശമ്പളം പോലും മുടങ്ങുന്ന മനോരമയടക്കം റിപ്പോർട്ട് ചെയ്തു. ഈ ജൂണിലാണ് അത് റിപ്പോർട്ട് ചെയ്തത്.